അലീന അവതക്കുട്ടീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പപ്പയുടെ കള്ളുകൂടി ഇത്തിരി കുറയ്ക്കാൻ പറയണം, എന്തൊരു കുടിയാ, അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് മോളെ, പക്ഷേ അവൻ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന വല്യപ്പച്ചൻ്റെ അടുത്ത് കുറച്ച് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് കറുത്ത പട്ടികളുടെ കൂടെ ഒരു വെളുത്ത പട്ടി, അങ്ങനെയല്ലേ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടത് അവതക്കുട്ടിക്ക് ചിരി വന്നിട്ട് ഒരുപാട് ചിരിക്കുന്നുണ്ട്. മോളുടെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മോള് കിടന്നുറങ്ങിക്കോ, ഞാൻ പപ്പയുടെ അടുത്ത് പറയാം, ഇനി കഴിക്കണ്ടെന്നൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. രോഹിത്തിൻ്റെ റൂമിലേക്ക് ബബിത പോകുന്നുണ്ട്. അപ്പോൾ രോഹി പറയുന്നുണ്ട്, നീ എന്തിനാ അമ്മയുടെ അടുത്ത് വഴക്കിടാൻ വേണ്ടി പോയത്? അതിൽ അച്ഛനെ കൂടി എന്തിനാ ഉൾപ്പെടുത്തിയത്? അച്ഛൻ്റെ അടുത്ത് പറയേണ്ടിയിരുന്നില്ല. ഇപ്പം നമ്മളും അമ്മയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നമ്മളും അവരുടെ കൂടെ വഴക്കിനല്ലേ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ശരിയാലേ, ഞാനായിട്ടാണല്ലേ വീട്ടിൽ വഴക്കുണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും എന്തിനാ ഓരോ റൂമിൽ പോയി കിടക്കുന്നത്? അച്ഛൻ മേളിലും അമ്മ താഴെയും എന്തിനാ കിടക്കുന്നത്? ഒരുമിച്ച് കിടന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതായിട്ടും രോഹിത്ത് പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മളുടെ അടുത്ത് പറയാൻ പറ്റാത്ത, നമ്മളറിയാത്ത എന്തെങ്കിലും പ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അത് ക്ഷമിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. സാരമില്ല, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും വൈജയന്തി ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ലൈറ്റ് ഇട്ടത് അവളിങ്ങനെ പേടിക്കുന്നുണ്ട്. ബബിത, അമ്മയ്ക്ക് എന്തിനാ ഈ ഇരുട്ടത്ത് വന്ന് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എന്തിനാ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോയത്? അങ്ങനെ പോകണ്ട, നിനക്ക് കാലത്ത് സംസാരിച്ചാൽ പോരായിരുന്നു, എന്തിനാ അങ്ങനെ പോകണത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആങ്ങളുടെ റൂമിൽ പോയി ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നം, എന്താ ഇവിടെ സംഭവിക്കാൻ പോണത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല, അങ്ങനെ രാത്രി നേരത്ത് ആണുങ്ങളുള്ളവിടേക്ക് പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അമ്മയുടെ ആങ്ങളുടെമാരുടെ അടുത്ത് ഏത് രീതിയിലാണോ പെരുമാറിയത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും അതുപോലെ പെരുമാറാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായിട്ട് വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, തോന്നിവാസം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പോകാൻ നേരത്ത് ബബിത പറയുന്നുണ്ട്, ആങ്ങളമാരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ പറയുന്നത്. അമ്മയുടെ ദുഷ്ട ചിന്തകൾ ആദ്യം മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ബബിത റൂമിൽ കയറിയിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുമ്പോൾ അലീന വിളിക്കുന്നുണ്ട്. അലീന വിളിച്ചിട്ട് എന്താ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബബിത ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ കാരണം ഇവിടെ വഴക്കുണ്ടായി, ഞങ്ങൾ അടുക്കളയിൽ ഒരു പണിയും ചെയ്യാനും ഒന്നിനും അയക്കണില്ല, ഇവിടെ ഒരു വേലക്കാരി വന്നിട്ടുണ്ട്, അവർ വെച്ച് തന്നിട്ട് കഴിക്കണം എന്നാണ് പറയണത് എന്നൊക്കെ പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, സാരമില്ല, പോട്ടെ, നിങ്ങളായിട്ട് ഇനി ഒന്നിനും നിൽക്കണ്ട, വഴക്കൊഴിവാക്കുക, അമ്മയെ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിയേട്ടൻ്റെ റൂമിലേക്ക് പോയതിന് ഒരുപാട് വേണ്ടാത്ത വർത്തമാനങ്ങൾ അമ്മ പറഞ്ഞു. ഞാനും രോഹിയേട്ടനും തമ്മിൽ അവിടെ വേറെ എന്തോ നടക്കുന്ന പോലെയാണ് അമ്മയുടെ വായിൽ നിന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. രോഹിയേട്ടൻ കേട്ടിരുന്നെങ്കിൽ അത് എങ്ങനെ എടുത്തിട്ടുണ്ടാവും? അമ്മ മറ്റുള്ളവർ കേട്ടാൽ ഇത് എന്ത് വിചാരിക്കുന്ന പോലും അമ്മ ചിന്തിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഒരുപാട് വിഷമങ്ങൾ അലീനയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, സാരമില്ല, നീയായിട്ട് ഒന്നിനും നിൽക്കണ്ട, അമ്മ ഭരണം പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ നിങ്ങൾ അതിന് നിന്നു കൊടുക്കണ്ട, തെറ്റായിട്ട് എന്തെങ്കിലും കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.